നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളുടെ മരണവാർത്ത നടന്ന എന്തൊക്കെ നടക്കുന്നു നമുക്കറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉടനെ വാട്സപ്പിൽ, ഇന്നിപ്പോൾ അതാണ്, ഉടനെ വാട്സപ്പിൽ മെസ്സേജ് പോകും. ഇങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ തുടങ്ങി എ മുതൽ സെഡ് വരെ മറ്റൊരാളുടെ മരണത്തിന്റെ ദിവസം നടക്കുന്നതൊക്കെ നമ്മളെ ദിവസത്തിലും ഇങ്ങനെ ആലോചിച്ചു. ആ ആളുടെ സ്ഥാനത്ത് ഞാൻ ഇങ്ങനെ മയ്യത്തായി കിടക്കുന്ന അവസ്ഥ ഇങ്ങനെ ആലോചിക്കുക. ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. ഇനി ഞാനാണ് പോയാൽ ഇവിടെ എല്ലാം അവസാനിക്കുന്നുണ്ടോ? ഒന്നും അവസാനിക്കൂല. ഇവിടെ നടക്കണതൊക്കെ അതിൻ്റെ പൂർവോപരി ശക്തിയോടെ നടക്കും. ഞാനാണ് പോയിട്ടുണ്ടാവും, എനിക്ക് ഒന്നും ഇവിടെ നേടൂല, ഒന്നും കിട്ടാനില്ല. ഞാൻ അതുവരെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അതും കൊണ്ട് ഞാൻ എൻ്റെ ഖബറിലുണ്ടാവും. ഒരു 2-3 ദിവസം കുടുംബത്തിൽ ചിരിയും കളിയൊന്നും ഉണ്ടാവില്ല. ഭാര്യ മാത്രം ഒരു 4 മാസവും 10 ദിവസവും അതിൻ്റെ ആചാരങ്ങളിൽ വീട്ടിലുണ്ടാവും. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഇടക്കൊക്കെ ഓർമ്മയിൽ വരുമ്പോൾ പറയും അന്നാളെ കുറിച്ച്, പാപ്പനെ, ഉമ്മനെ, പെങ്ങളെ, ആങ്ങളെ, അങ്ങനെയൊക്കെ. അതെന്തെങ്കിലും ചിലപ്പോൾ വല്ല തമാശ. അപ്പോൾ പോലും ചിലപ്പോ അല്ലാഹു മഗ്ഫിർ ലഹൂന്നോ അല്ലാഹു മഗ്ഫിർ ലഹാന്നോ പറയൂല. ആലോചിക്കണം, വല്ലാത്ത അപകടമാണത്. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. നമ്മൾ മരിച്ചവരെ ഓർക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കാത്ത ഒരു ഓർമ്മ ഉണ്ടാവരുത്. മരിച്ചവരെ ഓർക്കുന്നുണ്ടോ, ഉടനെ പറഞ്ഞോളൂ അല്ലാഹു മഗ്ഫിർ ലഹു. നമ്മളൊക്കെ എത്ര വാപ്പാരിയൊക്കെ ഓർക്കലുണ്ട്. പക്ഷെ ഓർത്തിട്ട് ചിരിച്ചിട്ട് അല്ലെങ്കിൽ ഓരെന്തെങ്കിലും ഒരു തമാശ എന്തെങ്കിലുമൊക്കെയാണ് പറയും. ഒരല്ലാഹു മഗ്ഫിർ ലഹു റഹ്മു പറയില്ല. അവരെ കുറിച്ച് എന്ത് പറഞ്ഞാൽ നമുക്ക് എന്താ കാര്യം? നമ്മളപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.